اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. ഞാനിന്ന് പള്ളിയിൽ പറഞ്ഞൊരു വിഷയം, അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയണം. അള്ളാഹു വലിയ തൗഫീഖ് നൽകിയ ആളുകളാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകളാവുന്ന നമ്മൾ. മറ്റു സമുദായങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി നിഅമത്തുകളാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് അള്ളാഹു നൽകിയിട്ടുള്ളത്. ഞാനെന്നൊരു ഉദാഹരണം പറഞ്ഞു. അള്ളാഹു തആല മുമ്പ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്ക് ഇറക്കിയ 100 ഏടുകൾ, അതുപോലെ തൗറാത്ത്, ഇഞ്ചീല്, സബൂർ എന്ന് പറയുന്ന പൂർവഗ്രന്ഥങ്ങളും, ഈ എല്ലാ ഗ്രന്ഥങ്ങളുടെയും ഈ 100 ഏടുകളുടെയും മുഴുവത്തിൻ്റെയും അസ്റാർ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നിക്ഷേപിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പൂർണ്ണത ഏതിൽ മാത്രമേ ഉള്ളൂ? പരിശുദ്ധമായ ഖുർആനിലുള്ളൂ. ഈ 100 ഏടുകളിൽ എന്തൊക്കെ രഹസ്യങ്ങളുണ്ടോ, ഈ 3 ഗ്രന്ഥങ്ങളുടെ ആകത്തുക മുഴുവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതിൽ വെച്ചിട്ടുണ്ട്? പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകളാകുന്ന നമുക്ക് ഖുർആനിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കണം, നമ്മുടെ നിസ്കാരം. മുൻ സമുദായക്കാർക്ക് 3 വഖത്തുള്ള ആൾക്കാരുണ്ടായിരുന്നു, 2 വഖത്തുള്ള ആളുകളുണ്ടായിരുന്നു, 1 വഖത്തുള്ള ആളുകളുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ പൂർണ്ണത നൽകിക്കൊണ്ട് 5 വഖത്ത് ആർക്ക് നൽകി? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ എല്ലാത്തിൻ്റെയും കമാലിയത്താണ് ആർക്ക് നൽകിയിട്ടുള്ളത്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. ഞാൻ മുമ്പൊരിക്കൽ ഒരു ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലോകത്തുള്ള എല്ലാ ജീവികൾക്കും എന്തുണ്ട്? നിസ്കാരമുണ്ട്. വൃക്ഷങ്ങളുടെ നിസ്കാരം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഖിയാമാണ്, നൃത്തം മാത്രം. നാൽക്കാലികൾക്ക് എപ്പോഴും റുക്കൂആണ്. തവള പോലത്തെ ജീവികൾക്ക് എപ്പോഴും അത്തഹിയാത്താണ്. പാമ്പ് പോലത്തെ ഇഴജന്തുക്കൾക്ക് എല്ലാ സമയത്തും സുജൂദാണ്. അത് മുഴുവൻ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകളാകുന്ന നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? നൽകിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം അള്ളാഹുവിൻ്റെ അപാരമായ നിഅമത്ത് കൊണ്ട് അനുഗ്രഹിച്ച ആൾക്കാരാണ് ആര്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിനോട് നിങ്ങൾ ഒരുപാട് അമലുകൾ ചെയ്യണം എന്നല്ല പറഞ്ഞത്. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി, അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി തആല, അമലുകളിൽ വെച്ച് അള്ളാഹു തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അദ്വമുഹ, നിത്യമായി ചെയ്യുന്ന അമലുകളാണ്. വഇൻ ഖല്ല, അത് കുറഞ്ഞാലും ശരി. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി തആല, അള്ളാഹു തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമല് അദ്വമുഹ, നിത്യമായി ചെയ്യുന്ന അമലാണ്. അത് വഇൻ ഖല്ല, അത് വളരെ കുറഞ്ഞാലും ശരി. എന്നിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു, അഖ്ലിസ് ദീനക, നിന്റെ ദീനിൽ നീ എന്ത് ചെയ്യണം? ഇഖ്ലാസ് കാണിക്കണം. യക്ഫീകൽ ഖലീലു മിനൽ അമൽ, അമലിന്ന് കുറച്ച് നിനക്ക് മതി. പക്ഷെ ആ ഉള്ള അമലുകൾ എന്ത് ചെയ്യണം? ഇഖ്ലാസോടുകൂടെ ചെയ്യണം. അപ്പോൾ അല്ലാഹു തആല ആഗ്രഹിക്കുന്നത് എന്താന്ന് ഇപ്പൊ ഇന്ന് മനസ്സിലായി. എന്താണ്? കുറച്ച് ചെയ്യുകയാണെങ്കിലും ഇഖ്ലാസ് ഉള്ള അമലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആവശ്യം.
ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഇഖ്ലാസാണ്, അല്ലേ? വേണ്ടത് എന്താണ്? ഇഖ്ലാസാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ശിബിലി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ത്വരീഖത്ത് എന്ന് പറയുന്നത് ഒരു ശരീഅത്തിൽ നിന്ന് വേറെ പിരിഞ്ഞൊരു സാധനമല്ല. ശരീഅത്തിനോട് ഒട്ടി നിൽക്കുന്ന അതിൽപ്പെട്ട സാധനം തന്നെയാണെന്ത്? ത്വരീഖത്ത് എന്ന് പറയുന്നത്. ത്വരീഖത്ത് എന്ന് പറയുന്നത് ഉള്ള അമലുകൾക്ക് ഇഖ്ലാസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ത്വരീഖത്തിന്റെ ലക്ഷ്യം. നമ്മൾ ചെയ്യുന്ന നിസ്കാരാണെങ്കിലും നോമ്പാണെങ്കിലും ഏത് കർമ്മങ്ങളാണെങ്കിലും ദിക്റിലേക്കോട്ടെ സ്വലാത്തിലേക്കോട്ടെ എന്തെങ്കിലുമൊക്കെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യേക്കോട്ടെ അതിലൊക്കെ എന്തുണ്ടാക്കുക? ഇഖ്ലാസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ത്വരീഖത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെന്ത് വേണം? ഒരു മുറബ്ബിയായ മശായിഖ് കൂടിയേ തീരൂ. ഒരു മുറബ്ബിയായ മശായിഖ് ഇല്ലാതെ ആ ഇഖ്ലാസിന്റെ പൂർണ്ണതയിലേക്ക് എന്ത് ചെയ്യില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകൾക്ക് എത്തിപ്പെടാൻ കഴിയില്ല. കാരണം അള്ളാഹിന്റെ റസൂല് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. കുൻ മഅല്ലാഹ്, നീ അള്ളാഹുവിനോട് കൂടെ ആവണം. വ ഇല്ല, നിനക്കതിന് കഴിവില്ലെങ്കിൽ മഅമൻ കാന മഅല്ലാഹ്, അള്ളാഹു ഉള്ള ഹൃദയത്തിൽ അള്ളാഹ് ഉള്ള ആൾക്കാരുണ്ടാവും, അള്ളാഹുവിന്റെ ആരിഫീങ്ങളാകുന്ന ഔലിയാക്കൾ. ഇപ്പൊ ഈ മഖബറിലേക്ക് സിയാറത്ത് പോകുന്നത് എന്തിനാണ്? അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ തജല്ലിയാത്തുകൾ ഇറങ്ങുന്ന ഗോഡൗണാണ്. ആര്? അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ ഹൃദയം. അപ്പൊ അവരെടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്നതായ അനുഭൂതി, അല്ലെങ്കിൽ ആ ഒരു സുഹബത്ത് കൊണ്ട് ലഭിക്കുന്നതായ ഒരു ഖുർബ് കൊണ്ട് ലഭിക്കുന്നതായ ഒരു അനുഭൂതി, അത് നമ്മിലേക്കും എന്ത് ചെയ്യും? വരും. അവരെ സന്ദർശിക്കുന്നതോടുകൂടെ നമ്മുടെ മനസ്സിലും അറിയാതെ ഇഖ്ലാസുകൾ ഇങ്ങനെ എന്ത് ചെയ്യും? ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പൊ അമലുകൾ അല്ലാഹു തആലക്ക് എന്ത് മതി? കുറച്ച് മതി. എന്നാൽ അല്ലാഹു തആല തോനെ ചെയ്യാൻ പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. അമലുകൾ എന്തേ പറഞ്ഞിട്ടുള്ളൂ? നിങ്ങൾ കുറച്ച് ചെയ്യുകയാണെങ്കിലും ഇഖ്ലാസോടുകൂടെ ചെയ്യണം എന്നാണ് എന്ത് ചെയ്തത്? അല്ലാഹു തആലയും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പറഞ്ഞത്. എന്നാൽ 2 കാര്യങ്ങൾക്ക് പരിധിയില്ല. ബഹുമാനപ്പെട്ട സ്വലാഹുദ്ദീൻ തങ്ങളുടെ ദഖായിഖുൽ ഹഖായിഖ് എന്ന് പറയുന്ന കിതാബാണ്. അമ്മൽ കസ്റത്തു, അധികരിപ്പിക്കുക എന്ന് പറയുന്ന സംഭവം 2 കാര്യങ്ങളാണ് തേടുന്നത്. ഒന്ന് ദിക്ർ. ദിക്ർ ഇത്തരെന്ന് അല്ലാഹു തആല പറഞ്ഞുകൊള്ളണം ഇല്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ. ഉദ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹു തആലാക്ക് ദിക്ർ ചൊല്ലുക. ദിക്റൻ കസീറാ, അധികരിച്ച ദിക്ർ നിങ്ങൾ എന്ത് ചെയ്യണം? ചൊല്ലണം. ഇന്ന എണ്ണം എന്തില്ല, ഇത്രയെന്നില്ല, എത്രയും നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുക അത്രയും നിങ്ങൾ എന്ത് ചെയ്യണം? ദിക്ർ ചൊല്ലണം. ദിക്റിന്റെ കാര്യത്തിൽ ഇവൻ എന്തില്ല? വൈൻ കല്ലാന്നല്ല, നിങ്ങൾ എത്രയാണോ നിങ്ങൾക്ക് ചെല്ലാൻ അത്രയും നിങ്ങൾ പെരുപ്പിക്കണം എന്നാണ് ദിക്റിന്റെ കാര്യത്തിനെ കുറിച്ച് എന്ത് ചെയ്തിട്ടുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്. അവിടെയും അല്ലാഹു തആല കസീറൻ, ധാരാളം ദിക്ർ ചെല്ലുന്ന ആണുങ്ങൾ, ധാരാളം ദിക്ർ ചെല്ലുന്ന പെണ്ണുങ്ങൾ എന്നാ പറഞ്ഞിരിക്കണം അല്ലാഹു തആല. അപ്പൊ ദിക്ർ എത്രയും ചെല്ലണം, അതിനെന്തില്ല? പരിധിയില്ല. അതേപോലെ തന്നെ പരിധിയില്ലാത്ത ഒന്നാണ് വഖുർ റബ്ബി സിദ്നി ഇൽമാ, ഇൽമ്, വിജ്ഞാനം. അത് നിങ്ങൾ ഇത്ര നേടിയാൽ മതി എന്നില്ല. എത്രയാണോ നിങ്ങൾക്ക് ഇൽമ നേടാൻ കഴിയുക അത്രയും നിങ്ങൾ നേടണം. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ദായിമായിട്ടുള്ള ചില ദുആകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ദുആയാണ് അള്ളാഹിന്റെ റസൂൽ എപ്പോഴും ദുആർക്കുന്നത്, അല്ലാഹുവേ റബ്ബി സിദ്നി ഇൽമാ വഖുൽ, നബിയെ നിങ്ങൾ പറയുക, സിദ് റബ്ബി, ഖുൽ നബിയെ നിങ്ങൾ പറയുക, റബ്ബി അല്ലാഹുവേ സിദ്നി, എനിക്ക് നീ വർദ്ധിപ്പിച്ചുകൊണ്ട ഇൽമൻ, വിജ്ഞാനത്തിനെ. അപ്പൊ 2 കാര്യങ്ങൾക്ക് എന്തില്ല? പരിധിയില്ല. ഒന്ന് നാഫിയായ ഇൽമും, 2 ദിക്റും. അമലുകൾക്ക് പോലും വൈൻ കല്ല, നിങ്ങൾ കുറച്ച് ചെല്ലിയാലെങ്കിലും എന്ത് ചെയ്താൽ മതി? പതിവാക്കി ചെയ്താൽ മതി എന്നാണ് എന്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? അമലുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇനി ശ്രദ്ധിക്കാം. ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ നിങ്ങൾ പറയുന്നു, ഈ ദിക്റും ഇൽമും 2ഉം കൂടി കിട്ടുമ്പോൾ ദിക്റുൻ കസീറുൻ പ്ലസ് ഇൽമുൻ വഫീറുൻ, അധികരിച്ച ദിക്റും നാഫിയ ഇൽമും കൂടി കൂടിയാൽ ഹുബ്ബുൻ കബീർ, അതുകൊണ്ട് വലിയ മഹബ്ബത്താണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അല്ലാഹു തആല എന്ത് ചെയ്യാൻ തീരാ. 2 കാര്യങ്ങൾ വേണം. ഒന്ന് വിജ്ഞാനവും അതുപോലെ തന്നെ 2 ദിക്റും. ഈ 2ഉം കൂടിയാൽ ഹുബ്ബുൻ കബീർ, വലിയ ഹുബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹൃദയത്തിലേക്ക് എന്ത് ചെയ്തു? വിട്ടുതരും.
ഞാൻ ഈ ഹുബിനെ കുറിച്ച് വല്ലാതെ പറയാനുള്ള കാരണം എന്താണല്ലോ, ഹുബ് ഒരു അംശം മതി, അതിന് പ്രതിഫലം എണ്ണിയാൽ തീരാത്തത്ര പ്രതിഫലമാണ്. ഇന്ന് ഞാൻ പള്ളിക്ക് ഞാൻ പറഞ്ഞു, നമ്മൾ ഒരു സുന്ദരമായ പൂന്തോട്ടം ഉണ്ടാക്കുക, പല നിറത്തിലുള്ള പല രൂപത്തിലുള്ള പല സ്മെല്ലുകൾ നൽകുന്ന പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് പല ഭാഗത്തുനിന്നും വണ്ടുകളും ചിത്രശലഭങ്ങളും വരുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഹൃദയത്തിൽ ഒരു പ്രണയത്തിൻ്റെ പൂന്തോട്ടം ഉണ്ടാക്കണം. ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു പറയും, നിങ്ങൾ ഹൃദയത്തിൽ എന്ത് ചെയ്യണം, ഒരു പ്രണയത്തിൻ്റെ പൂന്തോട്ടം ഉണ്ടാക്കണം. എന്നിട്ട് അതിൽ പല നിലക്കുള്ള പ്രണയങ്ങൾ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത്, അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത്, അള്ളാഹു താല ഇഷ്ടപ്പെട്ടവരോടുള്ള മഹബ്ബത്ത്, ആ മഹബ്ബത്ത് നിറച്ചിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു മലർവാടി നിങ്ങൾ പണിയുമ്പോൾ അതിൽ തജല്ലിയാത്തുകളായി ചിത്രശലഭങ്ങളും അതുപോലെ തന്നെ വണ്ടുകളും അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ഇറങ്ങും. പിന്നെ നിങ്ങളുടെ ഹൃദയം ഒരു മലർവാടിയാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോധിക്കുമെന്ന് മഹാരഥന്മാരാകുന്ന ആളുകളൊക്കെ പറയുന്നുണ്ട്. അതിന് എന്ത് വേണമെന്നറിയോ, നമ്മളിലൊക്കെ ഒരു ശൈത്താനുണ്ട്. അപ്പം എന്നാൽ അതിൻ്റെ വിഷയം പറഞ്ഞു, ഒന്നും കൂടി എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നമ്മളുടെ കൂടെയൊക്കെ ഒരു ശൈത്താനുണ്ട്. എൻ്റെ കൂടെ ഒരു ശൈത്താനുണ്ട്, നിങ്ങളുടെ കൂടെ ഒരു ശൈത്താനുണ്ട്, എല്ലാവരുടെ കൂടി ഒരു ശൈത്താനുണ്ട്, അല്ലേ? ആ ശൈത്താൻ ഏറ്റവും ഈറുള്ള കാര്യം എന്തേക്കാരം, നമ്മളെ നെറ്റി നമ്മളൊന്ന് അള്ളാഹുവിൻ തമ്മിൽ സുജൂദ് ചെയ്യുക എന്നുള്ളത്. ശൈത്താൻ ഏറ്റവും വെറുപ്പുള്ള കാര്യം എന്താ, നമ്മളെ നെറ്റി അള്ളാഹുവിൻ്റെ മുമ്പിലൊന്ന് സുജൂദ് ചെയ്ത് കിടക്കുക. അത് ശൈത്താന് വളരെ ഈറയാണ്. കാരണം എന്താണ്, ആ സുജൂദിന്റെ പേരിലാണ് ഇബ്ലീസിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശപിക്കപ്പെട്ടവനാക്കിയത്. എന്തുകൊണ്ടാണ്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനക്ക് സുജൂദ് ചെയ്യാത്ത കാരണം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇബ്ലീസ് എപ്പോഴും നമ്മളായി ഇങ്ങനെ പിന്തിരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും ഒരു സുജൂദിന്റെ അവസ്ഥയിലേക്ക് ആരെത്താൻ പാടില്ല, ഒരടിമ എത്താൻ പാടില്ല. ബഹുമാനപ്പെട്ട സ്വലാഹുദ്ദീൻ തിജാനി അൽ ഹസനി റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ ഹൃദയത്തിനൊരു സുജൂദുണ്ട്. ആ സുജൂദിന്റെ രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ശൈത്താനുമായി നിങ്ങൾ പോരാടണം. ആ ഹൃദയത്തിന്റെ സുജൂദ് നിങ്ങളെങ്ങാനും ഭൂമിയിൽ വെക്കുന്നതോടുകൂടെ നിങ്ങൾ ഇന്ന് ശൈത്താൻ പറന്നു പോവുകയും നിങ്ങൾ സ്വർഗസ്ഥനാവുകയും ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളാകുന്ന ഔലിയാക്കൾ പറയണം. അപ്പം നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ബദനിയായ ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരമാണ്. ആ നിസ്കാരത്തിൽ ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഘട്ടം സുജൂദിന്റെ ഘട്ടമാണ്. അത് സാധാരണ അവയവങ്ങളെ കൊണ്ടുള്ള സുജൂദാണ്, അതല്ല, ഖൽബ് കൊണ്ടൊരു സുജൂദുണ്ട്. അതെന്തിനു വേണ്ടിയാണ് ചെയ്യണത്? നമ്മളിലുള്ളത് ശൈത്താനുണ്ടല്ലോ, ആ ശൈത്താനെ നിർമാർജനം ചെയ്തുകൊണ്ട് നമ്മളെ നെറ്റി പ്രപഞ്ചനാഥനാകുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പൂർണ്ണമായി വണങ്ങുമ്പോൾ ആ സുജൂദോടുകൂടെ അല്ലാഹു തആല അവൻ്റെ ആ മനുഷ്യന്റെ പൂർണ്ണതയിലേക്ക് ഒരു മനുഷ്യൻ എത്തിക്കാണ്. ഇനി നാളെ ആഖിറത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തുണ്ട്, ഒരു സുജൂദ് വരാൻ നിൽക്കുന്നുണ്ട്. എപ്പോ? ഉമ്മത്തുകൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്യും, അർശിന്റെ താഴ്ഭാഗത്ത് നാളെ ഒരു സുജൂദുണ്ട് റസൂലുള്ളാഹിക്ക്. ആ സുജൂദിൽ നിന്ന് ഉയരാൻ വേണ്ടി അല്ലാഹു തആല പറയും, ഇർഫ റഅസക യാ മുഹമ്മദ്, മുഹമ്മദ് നബിയെ നിങ്ങൾ സുജൂദിൽ നിങ്ങൾ ഉയരുക. അതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മഖാമ മഹ്മൂദ് എന്ന് പറയുന്ന ഏറ്റവും ഉന്നതമായ പദവി അല്ലാഹു തആല കൊടുക്കും. അതേ സുജൂദ് നമ്മൾ എവിടെ ചെയ്യണം? ദുനിയാവിൽ വെച്ച് ചെയ്യണം. നമ്മൾ അല്ലാഹുവല്ലാത്ത എല്ലാ ചിന്തകളെയും മരിപ്പിച്ച് പൂർണ്ണമായും അല്ലാഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഹൃദയം കൊണ്ടുള്ളൊരു സുജൂദ്. ആ സുജൂദോടുകൂടെ മനുഷ്യനിക്ക് അല്ലാഹു തആല കമാലിയത്ത് നൽകുകയാണ്. മനുഷ്യന് മാത്രമേ അല്ലാഹു തആല നൽകുള്ളൂ. റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനെ ആ അക്മലുൽ കമാലിയത്ത് എന്ത് ചെയ്യുള്ളൂ, നൽകുള്ളൂ. അതിൻ്റെ അർഹരാണ് നമ്മളൊക്കെ. പക്ഷെ നമ്മൾ അധ്വാനിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.